ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മരുഭൂമിയായ ഗോബി ഡെസേർട്ട് ചൈനയിലും മംഗോളിയയിലുമായി സ്ഥിതി ചെയ്യുന്നു. ഈ രണ്ട് രാജ്യങ്ങളുടെയും ഭാഗമായി 1.3 മില്യൺ സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്തായി ഈ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നു. മംഗോളിയ എന്ന രാജ്യത്തിൻ്റെ 30% ഭൂപ്രദേശങ്ങളും ഇതിൻ്റെ ഭാഗമായാണ് വരുന്നത്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ 6ാമത്തെ വലിയ മരുഭൂമിയാണ് ഇത് എങ്കിലും പൂർണ്ണമായും മണൽ നിറഞ്ഞ ഒരു മരുപ്രദേശവും അല്ല ഇവിടം. മൊത്തം മരുഭൂമിയുടെ 5% പ്രദേശങ്ങളിൽ മാത്രമാണ് നമുക്ക് മണൽ കൂമ്പാരങ്ങൾ കാണാനായി സാധിക്കുന്നത്. ബാക്കി പ്രദേശങ്ങളിലായി പർവ്വതങ്ങൾ, മലയിടുക്കുകൾ, പുൽത്തകിടികളും ഇതിൻ്റെ ഭാഗമായി വരുന്നു. ഒരൊറ്റ മരുഭൂമി എന്നും ഇതിനെപ്പറ്റി പറയാനും സാധ്യമല്ല. വ്യത്യസ്ത സ്വഭാവമുള്ള 33 മരുഭൂമികളുടെ കൂട്ടായ്മയാണ് ഗോബി ഡെസേർട്ട്. വെള്ളമില്ലാത്ത തരിശു പ്രദേശങ്ങളെയാണ് മംഗോളിയയിൽ ഗോബി എന്ന് അറിയപ്പെടുന്നത്. മണൽ നിറഞ്ഞ മരുപ്രദേശങ്ങളെക്കാൾ പാറ നിറഞ്ഞവയെ സൂചിപ്പിക്കാൻ ചൈനയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഗോബി. ചരിത്രം, ജൈവ വൈവിധ്യം, സംസ്കാരം, കൗതുകങ്ങളും നിഗൂഢതകളും എല്ലാം ഈ മരുഭൂമിയുടെ എടുത്തു പറയാനാവുന്ന പ്രത്യേകതകളാണ്. പുരാതന കാലത്തെപ്പറ്റി ആധുനിക ലോകത്തിന് വിലയേറിയ വിവരങ്ങളെ കൈമാറുന്നതിലും ഈ മരുഭൂമിക്ക് വലിയ സ്ഥാനമാണുള്ളത്. ചരിത്രത്തിൻ്റെ വലിയ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പ് കേന്ദ്രം എന്നും ഇതിനെ വിളിക്കാനാകും. ഡിനോസറുകളെപ്പറ്റി വലിയ അളവിലുള്ള വിവരങ്ങൾ ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ളത് ഈ മരുഭൂമിയിൽ നിന്നാണ്. അതിനാൽ തന്നെ ഡിനോസർ ഫോസിൽ റിസർവോയർ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. മംഗോളിയയിലെ ഗോബി മരുഭൂമിയിൽ നിന്നുമാണ് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ഫോസിലൈസ് ചെയ്ത ഡിനോസർ മുട്ടകൾ ലോകത്തിൽ ആദ്യമായി കണ്ടെടുത്തത്. പുരാതന കാലത്ത് ഡിനോസറുകൾക്ക് അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നതായും കരുതപ്പെടുന്നു. ഇതിൽ നിന്നെല്ലാം ജൈവശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും എത്രത്തോളം പ്രാധാന്യമാണ് ഈ പ്രദേശമെന്ന് മനസ്സിലാക്കാനാവും. മംഗോളിയൻ മരണപ്പുഴു. ഗോബി ഡെസേർട്ടിലെ നിഗൂഢതകളിലൊന്നാണ് ഈ ജീവി. സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്ത മംഗോളിയൻ ഡെത്ത് വേം ഈ മരുഭൂമിയിൽ പ്രത്യേക ഇടങ്ങളിൽ എവിടെയോ വസിക്കുന്നതായി വിശ്വസിക്കപ്പെട്ടു വരുന്നു. 5 അടി വരെ നീളമുള്ള ഇതിന് ആസിഡ് തുപ്പാനും ഇലക്ട്രിസിറ്റി പ്രവഹിപ്പിക്കാനും കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അടുത്തുകൂടി പോയാൽ പോലും മരണം സംഭവിക്കുമെന്നും വിശ്വസിക്കപ്പെട്ടു വരുന്നു. ചില പുസ്തകങ്ങളിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാകട്ടെ മരണപ്പുഴു യാഥാർത്ഥ്യമാണെന്നാണ് കരുതി വരുന്നത്. മംഗോളിയരുടെ കഥകളിലും ഇതിനെപ്പറ്റി വിശദമാക്കുന്നുണ്ട്. കരടികളെ കാണാനാവുന്ന ഏക മരുഭൂമി എന്നതും ഗോബി ഡെസേർട്ടിൻ്റെ പ്രത്യേകതയാണ്. ഗോബി ബെയർ എന്നാണ് ഇവിടുത്തെ കരടികളെ അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ഗോബി ബെയർ എന്നത് മിത്തായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് ഇവയുടെ ചിത്രം ലഭിച്ചതോടെയാണ് ഇവയുടെ സാന്നിധ്യം ഈ മരുഭൂമിയുടെ മംഗോളിയൻ ഭാഗത്തായി സ്ഥിരീകരിച്ചത്. ജലത്തിനായി 100 മൈലുകൾ ദൂരം വരെ സഞ്ചരിക്കുന്നു എന്നതാണ് ഈ കരടികൾക്കുള്ള പ്രത്യേകത. മരുഭൂമിയുടെ സാഹചര്യത്തിൽ ആഹാരവും ജലവും കണ്ടെത്തുക എന്നതും ഇവയ്ക്കുള്ള വെല്ലുവിളികളാണ്. വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഗോബി ബെയറുകൾ. നിലവിൽ 40 എണ്ണം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അംബ്രല്ല സ്പീഷീസിൽ ഉൾപ്പെടുന്നവയാണ് ഇവ. കാരണം ഇതിൻ്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നത് മറ്റു ജീവികളുടെ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. ഇവ മിക്കവാറും സസ്യഭുക്കുകളാണെങ്കിലും ചില സിക്കാഡസ് പോലുള്ള പ്രാണികളെയും ഇവ കഴിക്കും. അപൂർവങ്ങളായ ജീവി വിഭാഗത്തിൽപ്പെടുന്ന മാർബിൾഡ് പോളികാറ്റ്സ്, വൈൽഡ് ബാക്ട്രിയാൻ ക്യാമൽസ്, ഗോബി വെപ്പർ, ഗോൾഡൻ ഈഗിൾ എന്നിവയും ഗോബി മരുഭൂമിയിൽ കാണപ്പെടുന്ന ജീവി വിഭാഗങ്ങളാണ്. നാഷണൽ പാർക്കുകളും ഇതിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ബാക്ട്രിയാൻ ഒട്ടകങ്ങളാണ് ഈ മരുഭൂമിയിലെ മറ്റൊരു കൗതുക കാഴ്ച. വംശനാശ ഭീഷണി നേരിടുന്ന ഈ വിഭാഗം ഒട്ടകങ്ങളിൽ ലോകത്തിൽ മൊത്തം 1400 എണ്ണം മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. 2 ഹമ്പുകളുള്ള വൈൽഡ് ക്യാമൽ വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിലും ഇവയ്ക്ക് അതിജീവനം സാധ്യമാണ്. മംഗോളിയയിലെ മൊത്തം ഒട്ടകങ്ങളുടെ കണക്കെടുത്താൽ അതിൽ 70%യും ഈ മരുഭൂമിയിലാണ് കാണുന്നത്. ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന സ്നോ ലെപ്പേഡുകളെ ഈ മരുഭൂമിയിൽ കാണാനാകും. തെക്കൻ ഗോബി പ്രദേശത്ത് വസിക്കുന്ന ഇവയുടെ എണ്ണം 1000-ൽ താഴെ മാത്രമാണ്. മംഗോളിയയിലെ റെസ്റ്റോറൻറ്റുകളിൽ
ഇവയുടെ രോമം അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നതും ചൈനീസ് മരുന്നുകളിൽ ഇവയുടെ എല്ലുകൾ ചേർക്കുന്നതുമെല്ലാം ഈ പ്രദേശത്ത് ഇവയുടെ എണ്ണം കുറയുന്നതിന് കാരണമാകുന്നു. വേട്ടക്കാരിൽ നിന്നും ഇവയുടെ സംരക്ഷണത്തിനായി ഊർജിതമായ നീക്കം നടത്തുകയും ഇവയെ ടാഗ് ചെയ്ത് വിടുകയും ചെയ്ത സന്നദ്ധ പ്രവർത്തകനായിരുന്നു സുംബെ എന്നറിയപ്പെടുന്ന ലെക്വ സംബർ. മഞ്ഞു പുലികളുടെ സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച സുംബയുടെ മരണം 27-ാം വയസ്സിൽ സംഭവിച്ചതും വലിയ വിവാദങ്ങൾക്കും കാരണമായി. ഗോബി മതിൽ എന്നറിയപ്പെടുന്ന 321 കിലോമീറ്റർ നീളമുള്ള ഭീമാകാരമായ ഒരു ഘടന ഈ പ്രദേശത്തു നിന്നുമാണ് കണ്ടെത്തിയത്. ആദ്യകാലങ്ങളിൽ ഇതിനെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. ഖനനത്തിലൂടെ ഇതിനെപ്പറ്റി അടുത്ത കാലത്തായാണ് കൂടുതലായി മനസ്സിലാക്കാനായത്. 11-13 നൂറ്റാണ്ടുകൾക്കിടയിലായി ഇതിൻ്റെ നിർമ്മാണം നടന്നു എന്നാണ് നിഗമനം. ഒരു ഡെഡ് സിറ്റിയുടെ അവശിഷ്ടങ്ങളെയും ഇവിടെ നിന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിലെ സൗന്ദര്യം കാരണം ഇതിനെ ക്യൂൻ ഓഫ് ഗോബി എന്നാണ് വിശേഷിപ്പിച്ചത്. 100 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നതും പക്ഷികളുടെ മുൻഗാമികളായി ഗവേഷകർ കണക്കാക്കുന്നതുമായ ഡിനോസർ വിഭാഗത്തിൻ്റെ അസ്ഥികൂടം 2025-ൽ ഇവിടെ നിന്നും കണ്ടെത്തുകയുണ്ടായി. മംഗോളിയയിലെ ഗോബി മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ സവിശേഷ സ്വഭാവമുള്ള ഈ അസ്ഥികൂടം അപൂർവ ഇനം ഡിനോസറുകളെപ്പറ്റി അറിയുന്നതിനും കാരണമായി. ഡിവോണിച്ചസ് സോക്ട് ബാറ്റാരി എന്നാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയ ഡിനോസറുകൾക്ക് ഗവേഷകർ നൽകിയിരിക്കുന്ന പേര്. ഇവയാകട്ടെ പിൻകാലുകളിൽ നിൽക്കുകയും സാധാരണയായി 3 നഖങ്ങൾ ഉള്ളതുമായ തെറിസിനോസോറസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഡിനോസറുകളിൽ ഉൾപ്പെടുന്നവയും സവിശേഷമായ സ്വഭാവങ്ങൾ ഉള്ളവയുമാണെന്ന് ഗവേഷകർ കരുതുന്നു. ഈ മരുഭൂമിയുടെ ഒരു ഭാഗം പുരാതന കാലത്ത് കടലിനടിയിലായിരുന്നു എന്നും ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നുണ്ട്. നമുക്കറിയാം, മഞ്ഞിൻ്റെ സാന്നിധ്യം പൊതുവിൽ മരുഭൂമിയിൽ പതിവുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ മരുഭൂമിയിൽ മഞ്ഞിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാനായി സാധിക്കുന്നു. സ്നോ കാണുന്ന ചുരുക്കം മരുഭൂമികളിലൊന്നാണ് ഗോബി ഡെസേർട്ട്. മഞ്ഞു മൂടപ്പെട്ട മണൽ കൂമ്പാരങ്ങൾ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഗോബി മരുഭൂമിയിൽ മഞ്ഞ് കാണപ്പെടാനുണ്ടായ കാരണം എന്തെന്ന് നോക്കാം. സൈബീരിയയിലെ പുൽമേടുകളിൽ നിന്നുമുള്ള മഞ്ഞാണ് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഇവിടേക്ക് എത്തപ്പെടുന്നത്. ഈ മഞ്ഞാണ് ഗോബി ഡെസേർട്ടിൻ്റെ ചില പ്രദേശങ്ങളിൽ തണുപ്പ് കാലത്ത് ഈർപ്പം കൂടുതലായി അനുഭവപ്പെടുന്നതിനുള്ള കാരണം. അതേപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അത് നമ്മെ അമ്പരപ്പിക്കുക തന്നെ ചെയ്യും. തണുപ്പ് കാലത്ത് -40 ഡിഗ്രിയാണ് അന്തരീക്ഷ ഊഷ്മാവെങ്കിൽ ചൂടുകാലത്ത് 40 ഡിഗ്രിക്ക് മുകളിലേക്കും എത്തും. 194 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഈ പ്രദേശത്ത് പ്രതിവർഷം ലഭിക്കുന്നത്. കോൺഗോറിൻസ് ELX എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മണൽ കൂമ്പാരം അറിയപ്പെടുന്നത്. 180 കിലോമീറ്റർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഇതിൻ്റെ ഉയരം 300 മീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഖനികളിലൊന്നായ ഒയു ടോൾഗോയ് മംഗോളിയയുടെ ഭാഗമായ ഗോബി ഡെസേർട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വർണം, ചെമ്പ് എന്നിവയുടെ വലിയ നിക്ഷേപവും ഈ മരുഭൂമിയിലുണ്ട്. ഇവയുടെ ഖനനം മംഗോളിയയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടം നേടിക്കൊടുക്കുന്നതിനും കാരണമാകുന്നു. ആടുകളെയും ഒട്ടകങ്ങളെയും അടിസ്ഥാനമാക്കി ജീവിതം നയിക്കുന്ന നാടോടികളുടെ വാസസ്ഥലം കൂടിയാണ് ഗോബി ഡെസേർട്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ഇവിടുത്തെ മനുഷ്യർ അതിജീവനം സാധ്യമാക്കുന്നത്. അതികഠിനമായ കാലാവസ്ഥയിലും ഇവിടേക്കെത്തുന്ന യാത്രക്കാരെ ഇരു കൈയും നീട്ടിയാണ് തദ്ദേശീയർ സ്വീകരിക്കുന്നത്. ജനസംഖ്യ പൊതുവിൽ കുറവായതിനാൽ ഇവിടേക്കെത്തുന്നവരെ തദ്ദേശീയർ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. താമസവും ഭക്ഷണവും യാത്രക്കാർക്കായി ലഭ്യമാക്കുന്നതിലും ഇവർ ശ്രദ്ധ വയ്ക്കുന്നു. ആതിഥ്യ മര്യാദയുടെ കാര്യത്തിൽ പൊതുവിൽ വലിയ പരിഗണന നൽകുന്നവരാണ് മംഗോളിയർ. മറ്റെവിടത്തെയും പോലെ സ്വന്തമായ സംസ്കാരവും വിശ്വാസവുമെല്ലാം പിന്തുടരുന്നവരാണ് ഇവർ. ടിബറ്റൻ ബുദ്ധിസവും മംഗോളിയൻ ഷെമിനിസവുമാണ് ഇവിടുത്തെ പ്രധാന മതങ്ങൾ. മംഗോളിയയിലെ പുരാതന മതമായ ടെൻഗ്രിസം അഥവാ മംഗോളിയൻ ഷെമിനിസത്തെയാണ് നാടോടി ജനത പിന്തുടരുന്നത്. മുസ്ലിം വിശ്വാസികളെയും ചെറിയൊരു വിഭാഗം ക്രിസ്ത്യൻ വിശ്വാസികളെയും ഇവിടെ കാണാനാകും. ഇവിടുത്തെ മരുഭൂമിയിലെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഇവർ 10,000-ലേറെ വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്നു. അതിജീവനം അത്രത്തോളം പ്രയാസകരമാണെങ്കിലും പ്രകൃതിയോട് എതിരിട്ടും അതിനോട് സമരസപ്പെട്ടും എല്ലാമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. മരുഭൂമികൾ നമ്മളിൽ ചില ജീവിതക്രമങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ അവൻ്റെ മേൽക്കോയ്മകളെയും അഹന്തകളെയും എല്ലാം മാറ്റിവെക്കുകയോ
മറന്നു പോവുകയോ ചെയ്യുന്ന കാഴ്ചയും ഇവിടെ കാണാനാവും. മനുഷ്യരും മൃഗങ്ങളും എല്ലാം അത്രമേൽ സഹവർത്തിത്വത്തിൽ കഴിയുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. മൃഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അതിജീവനം ഇവിടെ മനുഷ്യർക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല. വളർത്തു മൃഗങ്ങളോട് പ്രത്യേക വായ്ത്താരി ശബ്ദങ്ങൾ വഴിയാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത്. സ്ഥിരമായി ഒരു താമസയിടം എന്നത് മരുഭൂമിയിൽ സാധ്യമായ ഒന്നല്ല. വർഷത്തിൽ 4 തവണയാണ് ഇവിടുത്തെ മനുഷ്യർ താമസ സ്ഥലം മാറുന്നത്. സ്പ്രിംഗ് ബേസ്, സമ്മർ ക്യാമ്പ്, ഓട്ടം ക്യാമ്പ്, വിൻ്റർ ക്യാമ്പ് എന്നിവിടങ്ങളിൽ കാലത്തിനനുസരിച്ച് ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ജീവിതശൈലി. തലമുറകളായി തുടരുന്നതാണ് ഇതെല്ലാം എന്നതിനാൽ ഈ മനുഷ്യർക്ക് അതൊന്നും പ്രയാസമുള്ള കാര്യങ്ങളുമല്ല. താമസം മാറുന്ന നാടോടി കുടുംബത്തെ വഹിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾ നിരവധി കാലാവസ്ഥാ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. നിരവധി ടൂറിസ്റ്റുകളാണ് ഈ മരുഭൂമിയെ അടുത്തറിയാനായി ഇവിടേക്ക് എത്തുന്നത്. മനുഷ്യ അധിവാസത്തിന്റെ പഴക്കമേറിയ ചരിത്രമുള്ള ഈ മരുഭൂമിയെ മംഗോളിയ അതിന്റെ നാഷണൽ സിംബലായും കണക്കാക്കുന്നു. 40 AI ഡാറ്റാ സെന്ററുകൾ ഈ മരുഭൂമിയുടെ ഭാഗമായി ഷിൻജിയാങ് പ്രദേശത്ത് പണി കഴിപ്പിക്കുകയാണ് ചൈന. ഈ മരുഭൂമിയെ പ്രയോജനപ്പെടുത്താനുള്ള ചൈനയുടെ മറ്റൊരു പ്രധാന നീക്കമാണ് ലോകത്തിലെ ആദ്യ ഡ്യൂവൽ ടവർ സോളാർ തെർമൽ പവർ സ്റ്റേഷൻ ഇവിടെയാണ് നിർമ്മിക്കുന്നത് എന്നത്. സൂര്യപ്രകാശത്തെ കേന്ദ്രീകരിക്കാനായി 27,000 മിററുകളെയാണ് 2 ടവറുകളിലായി വെച്ചിട്ടുള്ളത്. ഒരു ടർബൈനിൽ നിന്നുമാണ് ചിലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഊർജ വികസനത്തിനുള്ള വലിയ സാധ്യതകളാണ് ഈ മരുഭൂമി വാഗ്ദാനം ചെയ്യുന്നത്. ഗോബി മരുഭൂമി പ്രതിവർഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ഭാഗത്തൂടെ ഇത് ചൈനയിലേക്ക് വ്യാപിക്കുന്നു, പുൽമേടുകളെ തരിശാക്കുന്നു. ഇവിടെ നിന്നുമുള്ള പൊടിക്കാറ്റ് കൂടുന്നത് ചൈനയുടെ കാർഷിക മേഖലയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇതിനെ അതിജീവിക്കാനായി ചൈന നടത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗതി കാണുന്നുമുണ്ട്. മനുഷ്യരുടെ ഇടപെടലും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാമാണ് ഗോബിയുടെ വ്യാപനത്തിനുള്ള കാരണങ്ങൾ. അനധികൃതമായി ഫോസിലുകൾ കടത്തൽ ഇവിടെ വലിയൊരു പ്രശ്നമാണ്. നിരവധി ഡിനോസോർ ഫോസിലുകളെ നഷ്ടപ്പെടുന്നതിലും ഇത് കാരണമാകുന്നു. അനധികൃതമായ ഖനനമാണ് മറ്റൊരു ഭീഷണി. സ്വർണം കണ്ടെത്താനായി അനധികൃതമായി നടത്തുന്ന ഖനനം പ്രദേശത്തിന്റെ സന്തുലനാവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുന്നു. ലോകത്തെവിടെയും കാലാവസ്ഥ മോശമായി ബാധിക്കുന്നതിൽ 1ാം സ്ഥാനമാണ് ഈ മരുഭൂമിക്കുള്ളത്. മഞ്ഞരുവികൾ ഉരുകുന്നതും നദികൾ വരളുന്നതും വളർത്തുമൃഗങ്ങൾക്ക് മേയാനുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ 2/3 ഭാഗവും ഇല്ലാതായി മാറുന്നു എന്നുള്ളതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ചരിത്രാതീത ജീവിതം, പുരാതന നാഗരികതകൾ, നാടോടി ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ, ഒപ്പം തന്നെ കാലാവസ്ഥയെയും പുരാവസ്തു ഗവേഷണത്തിനുമുള്ള ഒരു വാതായനം എന്ന നിലയിലും ഈ മരുഭൂമി നമ്മെ സഹായിക്കുന്നു. കേവലം ഒരു മരുഭൂമി മാത്രമല്ല ഇവിടം. അറിവിൻ്റെയും സാധ്യതകളുടെയും വലിയൊരു ലോകമാണ് ഇവിടം. ഓരോ സൃഷ്ടിക്കും വ്യക്തമായൊരു ലക്ഷ്യത്തെ പ്രകൃതി ലാക്കാക്കുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഗോബി ഡെസേർട്ട്.